ഇന്ന് നമ്മൾ മലയാളികൾ ഇംഗ്ലീഷിൽ വരുത്തുന്ന കുറച്ച് തെറ്റുകളാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്കറിയുന്ന ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ഫ്ലുവൻ്റ് ആക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ കേൾക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഇത്രയൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വരുത്തുന്ന പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ വരുത്തുന്ന ചില തെറ്റുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണും. കാരണം ഞാൻ പറയുന്ന ഓരോ തെറ്റുകളും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങൾ വരുത്തുന്ന തെറ്റുകളാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ, കാരണം നമ്മൾ കുഞ്ഞിലെ പഠിച്ചു വെച്ച ആ സെൻറ്റൻസ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് മാറ്റാൻ പറ്റത്തില്ലാതെ ആ തെറ്റുകൾ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ തെറ്റുകളിലോട്ട് പോകാം. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ഒരു റോഡ് സൈഡിലോട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടുമല്ല, നിങ്ങൾ ആ റോഡൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞും കൂടെ തരാം കേട്ടോ. ഒരു തെറ്റിതാണ്, ഹി ഈസ് ഹാവിങ് എ കാർ എന്ന് നമ്മൾ പറയും. ഹി ഈസ് ഹാവിങ് എ കാർ. നമ്മൾ എപ്പോഴും നിങ്ങളൊന്ന് ഓർത്ത് നോക്കണേ, ഈ തെറ്റുകൾ നിങ്ങൾ വരുത്തുന്നതാണോ എന്ന്. ഹി ഈസ് ഹാവിങ് എ കാർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. അവിടെ നമുക്ക് ഹാവിങ് ഇല്ല. ഹാവിങ്ങിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല. എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഹി ഹാസ് എ കാർ. ഹി ഹാസ് എ കാർ. ഹി ഈസ് ഹാവിങ് അല്ല. ഹി ഈസ് ഹാവിങ് ലഞ്ച് എന്ന് നമുക്ക് പറയാം. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ ഹി ഈസ് ഹാവ് എ കാർ. എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് പറയാം. ഷീ ഈസ് ഹാവിങ് ബ്രദർ എന്ന് നമ്മൾ കേട്ടു. അങ്ങനെ പറയില്ല. ഷീ ഹാസ് എ ബ്രദർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത ഒരു തെറ്റെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് മൈ സെൽഫ് റിൻസി എന്ന് നമ്മൾ പറയും. മൈസെൽഫ് എന്നുള്ളത് റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. നമ്മൾ പ്രൊനൗണിൻ്റെ ആ സെക്ഷനുകൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുത്തു നോക്കുക. ഞാൻ ഈ പറയുന്ന തെറ്റുകളുടെ ക്ലാസ്സുകളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഓരോ ആഴ്ച എടുത്ത് തരുന്നുണ്ട്. നിങ്ങളതൊന്ന് നോക്കണം കേട്ടോ. റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ് മൈസെൽഫ് എന്നുള്ളത്. അപ്പം നമുക്കവിടെ നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലേ? മൈസെൽഫ് നമ്മുടെ പേര് പറയണത് പൂർണ്ണമായും തെറ്റാണ്. നമ്മൾ എങ്ങനെ പറയണം? ഐ ആം എന്ന് പറയണം. ഐ ആം റിൻസി എന്ന് വേണം പറയണം. അല്ലെങ്കിൽ ഐ ആം മേരി, അല്ലെങ്കിൽ ഐ ആം അതുൽ, ഐ ആം അനിൽ. എന്താണോ നമ്മുടെ പേര് അത് ഐ ആം എന്ന് പറയണം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും അവിടെ മൈസെൽഫ് എന്ന് പറയരുത്. മൂന്നാമത്തെ കാര്യം, ഐ ഡിഡിൻറ്റ് വെന്റ്. ഐ ഡിഡിൻറ്റ് വെന്റ് എന്ന് നമ്മൾ പറയില്ല. കാരണം ഒരു സെന്റൻസിൽ എപ്പോഴും ഒരു വേർബ് മാത്രമാണ് പാസ്റ്റിൽ നിൽക്കുക. ഇവിടെ എത്ര പാസ്റ്റ് വേർബ് വന്നു? ഡിഡിൻറ്റ് എന്നുള്ളത് വന്നു, ഡൂവിൻ്റെ പാസ്റ്റ് വന്നു, ഗോയുടെ വെന്റ് വന്നു. അപ്പം അങ്ങനെ വരില്ല. ഡിഡ് നമ്മൾ സെന്റൻസിൽ അത് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അടുത്ത വേർബ് ഫസ്റ്റ് ഫോമിലാണ് കൊടുക്കേണ്ടത്. ഐ ഡിഡിൻറ്റ് ഗോ. ഐ ഡിഡിൻറ്റ് ഗോ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഗോ എന്തായി വന്നു? ഫസ്റ്റ് ഫോമിൽ വന്നു. ഷീ ഡിഡിൻറ്റ് എയ്റ്റ് എന്നല്ല, ഷീ ഡിഡിൻറ്റ് ഈറ്റ് എന്നാണ് അർത്ഥം സെൻറ്റൻസ് വരുന്നത്. കാരണം ഡിഡിൻറ്റ് എന്നുള്ള പാസ്റ്റ് നമ്മൾ ഉപയോഗിച്ചു. ഡിഡ് നമ്മൾ ഏത് ഫോമിൽ ഉപയോഗിച്ചാലും അതിന് ശേഷം വരുന്നത് വേർബ് ഫസ്റ്റ് ഫോമിലാണ്. ക്ലിയർ? 4 അബൌട്ട് ദ പ്രോബ്ലം. ഇത് എല്ലാവരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ്. ഡിസ്കസ് അബൌട്ട് ദ പ്രോബ്ലം. പ്രോബ്ലത്തെ കുറിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കസ് അബൌട്ട് ദ പ്രോബ്ലം എന്ന് പറയുന്നത്. അത് തെറ്റാണ്. കാരണം ഡിസ്കസ് എന്ന് പറഞ്ഞതിന് ശേഷം എബൌട്ട് എന്ന് പറയുന്ന വാക്ക് വരില്ല. അപ്പം നമുക്ക് എങ്ങനെ പറയണം? ഡിസ്കസ് ദ പ്രോബ്ലം അങ്ങനെ പറയാവുള്ളൂ. ഡിസ്കസ് എബൌട്ട് ദ പ്രോബ്ലം എന്ന് പറയില്ല. കാരണം ഓർത്ത് വെക്കുക, ഡിസ്കസ് നമ്മൾ ഉപയോഗിച്ചാൽ അത് കഴിഞ്ഞിട്ട് എബൌട്ട് എന്ന് പറഞ്ഞ വാക്ക് വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയണം, ടോക്ക് എബൌട്ട് ദ ഇഷ്യൂ. ടോക്ക് എബൌട്ട് ദ ഇഷ്യൂ. അതിനകത്ത് നമുക്ക് ഡിസ്കസ് നമ്മൾ ഉപയോഗിച്ചില്ല. അവിടെ നമ്മൾ ടോക്കാണ് ഉപയോഗിച്ചത്. അതായത് ഓർത്ത് വെക്കുക, ഡിസ്കസ് കഴിഞ്ഞാൽ എബൌട്ട് നമ്മൾ ഉപയോഗിക്കില്ല. ഡിസ്കസ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഡിസ്കസ് ദ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുക. അതാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ എപ്പോഴും കൂടുതൽ ആൾക്കാർ കുറേ ഞാൻ പറഞ്ഞു കേട്ടേക്കുന്ന കാര്യമാണ് ഡിസ്കസ് എബൌട്ട്. അത് ഒരിക്കലും പറയരുത്. ഡിസ്കസ് ദ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനാണ് പറയേണ്ടത്. 5 റിട്ടേൺ ബാക്ക്. റിട്ടേൺ എന്ന് പറയുന്നത് തന്നെ എന്താണ്? തിരിച്ചു പോവുക എന്നാണ് റിട്ടേൺ എന്ന് പറയുന്ന വാക്കിൻ്റെ. പിന്നെ എന്തിനൊരു ബാക്കും കൂടെ?
അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ മാത്രം മതി? റിട്ടേൺ എന്ന് പറഞ്ഞാൽ മതി. റിട്ടേൺ ബാക്ക് എന്ന് വേണ്ട, റിട്ടേൺ എന്ന് പറഞ്ഞാൽ മതി. 6, ഐ ആം സ്റ്റഡിയിങ് ഇൻ ഹോം. എന്നിട്ട് എന്താ തെറ്റ്? ഹോമിന്റെ തൊട്ടപ്പുറത്ത് വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഇൻ ഹോം എന്നല്ല നമ്മൾ പറയുക, അറ്റ് ഹോം എന്നാണ് പറയുക. അറ്റ് ഹോം. ഐ ആം സ്റ്റഡിയിങ് അറ്റ് ഹോം. ഇൻ ഹോം അല്ല. നിങ്ങൾ അതങ്ങോട്ട് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് എവിടെയെങ്കിലും ഹോം ഉപയോഗിക്കണമെങ്കിൽ ഇൻ ഹോം എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. എന്തെന്ന് മാത്രം പറഞ്ഞാൽ മതി? അറ്റ് ഹോം. ഐ ആം സ്റ്റഡിയിങ് അറ്റ് ഹോം. ഐ ആം സ്റ്റഡിയിങ് അറ്റ് ഹോം. ഈ പറഞ്ഞ തെറ്റുകളൊക്കെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വരുത്തുന്ന തെറ്റ്. 7, ഇത് ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല, എങ്കിലും പറയാം. ഓപ്പൺ ദ ലൈറ്റ്. ഓപ്പൺ ദ ലൈറ്റ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? തുറക്കുക എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഓപ്പൺ ദ ലൈറ്റ് എന്ന് പറയാം. നമുക്ക് ലൈറ്റ് തുറക്കുമല്ല. ടേൺ ഓൺ ദ ലൈറ്റ്. അതേപോലെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്ന ക്ലോസ് ദ ലൈറ്റ്. ടേൺ ഓഫ് ദ ലൈറ്റ്. ടേൺ ഓൺ ദ ലൈറ്റ്, ടേൺ ഓഫ് ദ ലൈറ്റ്. അല്ലാണ്ട് ഓപ്പൺ ദ ലൈറ്റ് എന്നോ അല്ലെങ്കിൽ ക്ലോസ് ദ ലൈറ്റ് എന്നോ പറയല്. ടേൺ ഓൺ ദ ലൈറ്റ്, ടേൺ ഓഫ് ദ ലൈറ്റ്. എന്തെന്ന് പറയണം? ഓഫ് ദ ലൈറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഭയങ്കര ഇംഗ്ലീഷാണ് എനിക്ക് എന്ന് കാണിക്കാൻ വേണ്ടി പലരും ചെയ്യുന്നൊരു തെറ്റാണ്. വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? എന്തിനാണ് ഈ ഗുഡ് നെയിം? എൻ്റെ പേര് എനിക്കിഷ്ടമാണ്. അത് ഗുഡാണോ ബാഡാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ പേര് എനിക്കിഷ്ടമാണ്. ഇനി നിങ്ങൾ ഗുഡ് നെയിം എന്ന് ചോദിച്ചാലും ബാഡ് നെയിം എന്ന് ചോദിച്ചാലും എനിക്ക് എൻ്റെ പേര് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എന്തിനാണ് വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം എന്ന് ചോദിക്കുന്നത്? വാട്ട് ഈസ് യുവർ നെയിം? അത് മതി. വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം എന്ന് ചോദിക്കുന്നത് തെറ്റാണ്. കാരണം ഓരോ വ്യക്തികൾക്കും അവരവരുടെ പേര് ഇഷ്ടമാണ്. പിന്നെ എന്തിന് നമ്മൾ ഗുഡ് നെയിം എന്ന് ചോദിക്കണം? വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിക്കേണ്ടത്. 10, ഹി ഒൺലി ടോൾഡ് മീ എന്ന് വെച്ചാൽ എന്താ? അവൻ മാത്രമാണ് എന്നോട് പറഞ്ഞത്, അവൻ മാത്രമാണ് ആ കാര്യം എന്നോട് പറഞ്ഞതെന്നാണ് നമുക്ക് പറയേണ്ടത്. ഹി ഒൺലി ടോൾഡ് മീ. അത് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ പാടുണ്ട്. അത് നിങ്ങൾ അന്നേരം ആ സെന്റൻസിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഈ ഒള്ളി എന്നുള്ളത് ഒള്ളി ഹി ടോൾഡ് മീ എന്ന് പറയാം. ഹി ഒള്ളി ടോൾഡ് മീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൻ മാത്രമാണ് എന്നോട് ആ കാര്യം പറഞ്ഞത്, അവൻ മാത്രമാണ് പറഞ്ഞത്. അങ്ങനെയല്ല. ഒള്ളി ഹി ടോൾഡ് മീ. ഒള്ളീനെ കൊണ്ടുവന്ന് ആദ്യം കൊടുത്തിട്ട് പറയാ ഒള്ളി ഹി ടോൾഡ് മീ. ഒള്ളി ഹി ടോൾഡ് മീ. എത്ര തെറ്റുകൾ പഠിച്ചു ഈ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ. 10 തെറ്റോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ 10 തെറ്റും ഇതിലേതെങ്കിലും ഒക്കെ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ തന്നെയാണ്, അല്ലെ? ഇതിൽ സംശയമുണ്ട്? ഞാൻ ഈ പറഞ്ഞതിൽ ഒരു തെറ്റ് പോലും നിങ്ങൾ വരുത്താറില്ലാത്തവരുണ്ടോ? ഇല്ല. നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന തെറ്റുകൾ ഞാൻ വരുത്താറുണ്ട്. അപ്പോൾ ആ തെറ്റുകൾ നിങ്ങൾ ഇനി വരുത്തരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന നമ്മൾ മലയാളികൾ വരുത്തുന്ന തെറ്റാണ്. കാരണം എന്താണെന്നോ, നമ്മൾ കുഞ്ഞിലെയൊക്കെ പഠിച്ചു വെച്ച അബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നാണ്. അപ്പോൾ അങ്ങനെ വരേണ്ട സാഹചര്യത്തിലേപ്പോൾ പക്ഷേ വേറെ ഒന്നുണ്ട്. ഇന്ന വാക്കുകൾക്ക് ഇന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാനത് വീണ്ടും പറയുകയാണ്, നമുക്കത് കാണാതെ പഠിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മളത് കുറേ കേട്ട് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ലിങ്ക് ഇവിടെ തരാവേ, നിങ്ങളതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇന്ന വാക്ക് കഴിഞ്ഞാൽ ഇന്ന വാക്കാണ്, അതായത് ഹോം കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ഉപയോഗിക്കൽ തെറ്റാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. അപ്പോൾ വേറെ എന്താ ഉണ്ട്? ഞാൻ ഒന്നും കൂടെ ഞങ്ങളുടെ റോഡ് സൈഡ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാനിങ്ങനെ കാണിക്കണത് വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ. എൻ്റെ മുഖം കണ്ട് നിങ്ങൾ മടുത്തില്ലേ? ഇനി കുറച്ച് നേരം ഇവിടെയൊക്കെ നിങ്ങൾ കാണും. മഴയൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ലതായിരുന്നു. ഇപ്പം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ശരി കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ ഈ തെറ്റുകൾ നിങ്ങൾ 1-2 വട്ടം ഒന്ന് കേൾക്കണേ. 1-2 വട്ടം കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കൊടുക്കണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ജൂലൈ 1-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് തുടങ്ങുകയാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരോടും ബൈ പറയുന്നു. ബൈ ബൈ.